തൃശൂരിലും വടകരയിലും കോൺഗ്രസിനു വേണ്ടി മത്സരിക്കുന്നത് തീവ്രവാദ സംഘടനകളുടെ സ്ഥാനാർത്ഥികളെന്ന് പി.കെ. കൃഷ്ണദാസ്. തൃശൂരിലെ UDF സ്ഥാനാർത്ഥി മത തീവ്രവാദ സംഘടനകളുടെ സ്ഥാനാർത്ഥിയാണെന്ന് NDA സംസ്ഥാന കോർഡിനേറ്റർ പി.കെ. കൃഷ്ണദാസ്. മത തീവ്രവാദ സംഘടനകളുമായി നടത്തിയ ചർച്ചകളുടെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വടകരയിൽ UDF സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചതെന്നും അദ്ദേഹം പത്രസമ്മേളനത്തിൽ ആരോപിച്ചു. നേമത്ത് സംഭവിച്ചത് തന്നെ ഇവിടെയും സംഭവിക്കുമെന്നാണ് കെ. മുരളീധരൻ പറയുന്നത്. BJPയെ തോൽപ്പിക്കുക എന്ന ലക്ഷ്യമാണ് തീവ്രവാദ സംഘടനകൾക്കുള്ളത്. പകൽ കോൺഗ്രസിനു വേണ്ടിയും രാത്രി CPMനു വേണ്ടിയും പ്രവർത്തിച്ച തീവ്രവാദ സംഘടനകൾ നേമത്ത് ഇടതുപക്ഷത്തിന് വോട്ട് മറിക്കുകയായിരുന്നുവെന്നും പി.കെ. കൃഷ്ണദാസ് ആരോപിച്ചു. തൃശൂരിലും BJPയെ തോൽപ്പിക്കുകയാണ് അവരുടെ ലക്ഷ്യം. ഒരു പ്രത്യേക സമുദായത്തിൻ്റെ താൽപ്പര്യം സംരക്ഷിക്കുന്നതിനാണ് വടകരയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ മാറ്റിയത്. തൃശൂരിലും അതാണ് സംഭവിച്ചത്. LDFനും UDFനും തീവ്രവാദ സംഘടനകളുമായുള്ള അന്തർധാര തിരിച്ചറിയുന്ന മുസ്ലിം സമുദായം ഇത്തവണ സുരേഷ് ഗോപിക്ക് തന്നെ വോട്ട് ചെയ്യുമെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. പൗരത്വ നിയമത്തിനെതിരെ CPMും കോൺഗ്രസും നടത്തുന്ന പ്രതിഷേധം മതപരമായ വിഭാഗീയത സൃഷ്ടിക്കാനാണ് സഹായിക്കുക. മുസ്ലിം വോട്ട് നേടാനാണ് ഇവർ ശ്രമിക്കുന്നതെങ്കിൽ തെരഞ്ഞെടുപ്പിന് ശേഷം ഗുരുതരമായ ഭവിഷ്യത്ത് നേരിടേണ്ടി വരുമെന്നും കൃഷ്ണദാസ് പറഞ്ഞു. ജമാഅത്ത് ഇസ്ലാമി, SDPI, PFI പോലുള്ള തീവ്രവാദ സംഘടനകളുടെ നിലപാടുകളുമായി ഐക്യപ്പെടുന്ന പ്രവർത്തനമാണിത്. പൗരത്വ നിയമത്തിൻ്റെ മറവിൽ കലാപമുണ്ടാക്കാനാണ് തീവ്രവാദ സംഘടനകൾ ശ്രമിക്കുന്നത്. ആ നിലപാട് ഏറ്റെടുത്ത് നടപ്പിലാക്കുകയാണ് CPMും കോൺഗ്രസും. നിയമത്തിൻ്റെ പേരിൽ മുസ്ലിം സമുദായത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണവരെന്നും അദ്ദേഹം പറഞ്ഞു. നിയമം കേരളത്തിൽ നടപ്പാക്കില്ലെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് ഒരു പങ്കുമില്ല. മാത്രമല്ല, പൗരത്വ നിയമം കേരളത്തിന് ബാധകവുമല്ല. ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്ന് കേരളത്തിൽ ആരെങ്കിലും വന്നിട്ടുണ്ട് എന്നതിനും തെളിവില്ല. പൗരത്വത്തിന് അർഹരാകുന്ന ഹിന്ദു, ക്രിസ്ത്യൻ വിഭാഗങ്ങളെ അവഗണിക്കുകയും മുസ്ലിം സമുദായത്തെ ആശങ്കയിലാക്കുകയുമാണ്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് നടത്തുന്ന പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ മത തീവ്രവാദ സംഘടനകളാണ്. ഇക്കൂട്ടരുമായി ഇവർ രാഷ്ട്രീയ സഖ്യത്തിലായി കഴിഞ്ഞതായും പി.കെ. കൃഷ്ണദാസ് ആരോപിച്ചു. പൗരത്വ നിയമത്തിൻ്റെ പേരിൽ UDFും LDFും ചേരിതിരിവിന് ശ്രമിക്കുന്നുവെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശും പറഞ്ഞു. UDFിൻ്റെയും LDFിൻ്റെയും സ്ഥാനാർത്ഥികളാണ് ഇതിന് നേതൃത്വം നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. മുസ്ലിം സമുദായത്തിൻ്റെ പൗരത്വം ഇല്ലാതാക്കാനാണ് ശ്രമം എന്നാണ് പ്രചാരണം. ജനങ്ങളെ തമ്മിലടിപ്പിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. മുസ്ലിം സമൂഹത്തിനിടയിൽ ഭീതി പരത്തി തെരുവിലിറക്കി കലാപമുണ്ടാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. 60 കൊല്ലമായി നടപ്പാക്കാതെ പോയ കാര്യമാണ് BJP സർക്കാർ നടപ്പാക്കുന്നത്. കേരളത്തിലെ അന്തരീക്ഷം വഷളാക്കിയതിന് LDFും UDFുമാണ് ഉത്തരവാദികൾ. പൗരത്വ നിയമത്തിനെതിരെ കേസ് കൊടുക്കാൻ സർക്കാരിന് കാശുണ്ട്. ആ പണം ഉപയോഗിച്ച് പാവങ്ങൾക്ക് പെൻഷൻ വിതരണം ചെയ്യട്ടെ. പെൻഷൻ കൊടുത്തിട്ട് മതി പിണറായി വിജയൻ മോദിയുടെ തലയിൽ കയറുന്നത്. ലോകത്ത് ഒരു രാജ്യവും റോഹിംഗ്യൻ അഭയാർത്ഥികൾക്ക് പൗരത്വം നൽകുന്നില്ല. പിന്നെ എന്തിനാണ് ഇന്ത്യ മാത്രം നൽകുന്നത്? അസമിലെ പൗരത്വ രജിസ്റ്റർ ഉണ്ടാക്കിയത് രാജീവ് ഗാന്ധിയുടെ കാലത്താണെന്നും MT രമേശ് പറഞ്ഞു.